നമസ്കാരം, എല്ലാവർക്കും ഗുരുദക്ഷിണയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സുരേഷ്. ഇന്ന് ഞാൻ എമ്പുരാൻ മൂവിയുടെ അല്ലെങ്കിൽ മൂവിയെക്കുറിച്ചുള്ള ഒരു അഭിപ്രായവുമായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ ടോപ്പിക്കിനെക്കുറിച്ച് അല്ലെങ്കിൽ ഈ സിനിമയെക്കുറിച്ച് ഒരു വീഡിയോ എടുക്കണോ വേണ്ടത് ഞാൻ ഒരുപാട് ആലോചിച്ചതിന് ശേഷമാണ് ഇതിനെ ചെയ്യാൻ തീരുമാനിച്ചത്. ഞാൻ സിനിമ 2 ദിവസം മുമ്പ് തന്നെ കണ്ടിരുന്നു. സിനിമ ഞാൻ കണ്ടു. ഒരു ലൂസിഫറിൻ്റെ അത്രത്തോളം ഒരു പെർഫെക്ഷൻ അല്ല, അത്രത്തോളം ഒരു ഇമ്പാക്റ്റ് എമ്പുരാൻ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ സിനിമയുടെ മേക്കിംഗ്, അതിൻ്റെ ഒരു പെർഫെക്ഷൻ, ഇതെല്ലാം ഒരു ഹോളിവുഡ് ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ അത് നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. മലയാളത്തിൽ ഒരുപക്ഷെ ഇത്ര നന്നായിട്ട് പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന ഒരു മൂവി ഒരുപക്ഷെ ഉണ്ടാകില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കാണാവുന്ന ഒരു സിനിമയാണ്, വളരെ നല്ല സിനിമയാണ്. ഇപ്പോൾ നമ്മൾ സിനിമയുടെ മേക്കിംഗ് ക്വാളിറ്റിയെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ഹോളിവുഡ് ക്വാളിറ്റി അല്ലെങ്കിൽ ഒരു കൊറിയൻ മൂവികളുടെ ഒരു പെർഫെക്ഷൻ അത് നമുക്കിവിടെ കാണാൻ കഴിയും. ഒരുപാട് ഷോട്ടുകൾ, അതായത് ഡ്രോൺ ഷോട്ടുകളാകട്ടെ അല്ലെങ്കിൽ ഹെലികോപ്റ്റർ ഷോട്ടുകൾ, അങ്ങനെയുള്ള ഷോട്ടുകളൊക്കെ വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ചില സീനുകൾ പല സമയങ്ങളിലായിട്ട് കാണിക്കുന്നുണ്ട്. ഇതൊക്കെ സാധാരണഗതിയിൽ മലയാള സിനിമകളിൽ വളരെ കുറഞ്ഞ സിനിമകളിൽ ഇങ്ങനെയൊക്കെ ഉപയോഗിച്ചിട്ടുള്ളൂ. പക്ഷേ ഇത് വളരെ നല്ല രീതിയിൽ ഒരു പെർഫെക്ഷനോടെ കാണിച്ചിട്ടുണ്ട്. ചില സീനുകളൊക്കെ അമേസിങ് ആയിട്ടുണ്ട്. എല്ലെന്നുള്ള ആ ലെറ്റേഴ്സ് വരുന്നതൊക്കെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ ഡയറക്ടർക്ക് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ ഈ സിനിമയിൽ പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, അതേപോലെ തന്നെ നെഗറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുമുണ്ട്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഈ വർഗീയ കലാപങ്ങളെ തൊടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടാൽ പൊള്ളുന്ന ടോപ്പിക്കാണ്. അങ്ങനെയുള്ളൊരു ടോപ്പിക് എടുത്തിട്ടാണ് ഇവിടെ സിനിമ ചെയ്തിട്ടുള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എമ്പുരാൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ തന്നെ ഒരു ഊതി വീർപ്പിച്ച ക്യാരക്ടറാണ്, റൈറ്റ്? അപ്പോൾ അങ്ങനെയുള്ള ഒരു ക്യാരക്ടറിനെ ഔട്ട് ഓഫ് ദ എയർ ശൂന്യതയിൽ നിന്ന് ഉണ്ടാക്കിയപ്പോൾ അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ക്യാരക്ടറിനും ശൂന്യതയിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയാൽ മതിയായിരുന്നു. അവിടെ ഒരു ഹിസ്റ്ററി, അതായത് ഈ ഗോദ്ര ട്രെയിൻ കത്തിക്കുന്നതും പിന്നെ അതിനുശേഷം ഗുജറാത്തിലുണ്ടാകുന്ന കലാപവുമായിട്ട് ബന്ധിപ്പിച്ച് കൊണ്ടുവന്നത് ഒരു ഏച്ചുകെട്ടൽ പോലെയാണ്. അപ്പോൾ ഏച്ചുകെട്ടിയത് എന്താണെങ്കിലും അത് മുഴച്ചിരിക്കും. ആ ഒരു പ്രോബ്ലം ഈ സിനിമയിലുണ്ട്. അതുമാത്രമല്ല, അത് ഒരുപാട് കോൺട്രവേഴ്സി ഉണ്ടാക്കി. പക്ഷേ ഈ കോൺട്രവേഴ്സി കൊണ്ട് സിനിമയ്ക്ക് എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നവരും എതിർക്കുന്നവരും ഈ സിനിമ കാണുന്നുണ്ട് എന്നുള്ളതാണ്. അത് അപ്പം നമ്മൾ ഏകപക്ഷീയമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം, ഒരു ഹിസ്റ്റോറിക്കലായിട്ടുള്ള കാര്യം സംസാരിക്കുകയാണെങ്കിൽ അതിനൊരു ഏകപക്ഷീയമായ ആംഗിൾ അവിടെ വന്നിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും എനിക്കും അത്രത്തോളം ഇഷ്ടപ്പെട്ടിട്ടില്ല. നമ്മൾ സിനിമയുടെ ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും കമ്പയർ ചെയ്യുകയാണെങ്കിൽ എനിക്ക് സിനിമയുടെ ഫസ്റ്റ് ഹാഫാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്, അതിൻ്റെ മേക്കിംഗ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. പക്ഷേ പലരും പറയുന്നത് അവർക്ക് സെക്കൻഡ് ഹാഫാണ് ഇഷ്ടപ്പെട്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ മോഹൻലാൽ വരുന്നത് സമയത്താണെന്നാണ്. ഫസ്റ്റ് ഹാഫ് വളരെ നന്നായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. പിന്നെ സെക്കൻഡ് ഹാഫിൽ എനിക്ക് കുറച്ച് സിനിമയുടെ ആ ഫ്ലോ കുറഞ്ഞത് തോന്നിയത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു അവസാനത്തെ ഒരു സ്റ്റണ്ടുണ്ട്. ആ സ്റ്റണ്ട് അതും പോരാ, അത് അല്ല നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അവിടുത്തെ ആ സ്റ്റണ്ട് കുറച്ചുകൂടെ നന്നായിരിക്കണമായിരുന്നു. അതായത് ഒരു വില്ലൻ എന്ന് പറഞ്ഞാൽ ഒരു മൂവിയെ തന്നെ കൊണ്ടുപോകുന്നത് വില്ലൻ ക്യാരക്ടറാണ്. അപ്പോൾ ആ വില്ലൻ സഡനായിട്ട് ഇല്ലാതാകുന്ന പോലത്തെ ഒരു ഫീലിംഗ്, അത് നമ്മളെപ്പോലുള്ള ഒരു പ്രേക്ഷകർക്ക് അത്ര പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം വില്ലനും പവർഫുള്ളായിരിക്കണം, അല്ലേ? നായകൻ്റെ അത്രയും തന്നെ. വില്ലനെ നായകൻ വളരെ കഷ്ടപ്പെട്ട് തോൽപ്പിക്കുമ്പോഴാണ് നമുക്ക് എല്ലാവർക്കും മാനസികമായിട്ടുള്ള സംതൃപ്തി തോന്നുക. അതവിടെ കുറവ് വന്നിട്ടുണ്ട് എന്ന് വേണം പറയാൻ. പിന്നെ അവസാനത്തെ കുറച്ച് ഭാഗങ്ങൾ കുറച്ച് ഡ്രാഗിങ് ആയിട്ട് തോന്നുന്നുണ്ട്. അത് തേർഡ് പാർട്ടിനുള്ള ഇൻട്രൊഡക്ഷനാണ്. പക്ഷേ അവിടെ ആ ഡ്രാഗിങ് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ അടുത്തിരുന്ന് സിനിമ കണ്ട ആളുകളൊക്കെ ഇനിയും ഇത് കഴിഞ്ഞില്ലേ എന്ന് ചോദിക്കുന്ന അവസരങ്ങൾ
ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ഇമ്പാക്റ്റ് അവിടെയുണ്ട്. അപ്പം ഇതാണ് സിനിമയെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം. ഇനി ഈ സിനിമ കൊണ്ട് ആർക്കൊക്കെ ബെനിഫിറ്റ് ഉണ്ടായെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഈ സിനിമ കൊണ്ട് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടായിരിക്കുന്നത് BJPക്കും സംഘപരിവാറിനും അതുപോലുള്ള ആളുകൾക്കാണ് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടായിരിക്കുന്നത്. രണ്ടാമത് ബെനിഫിറ്റ് ഉണ്ടായി അതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സിനിമയിൽ ഗുജറാത്ത് കലാപത്തെ വലുതാക്കി കാണിച്ചപ്പോൾ അവിടെ ഇരിക്കുന്നവർക്ക് ഒരു ഫീലിങ്ങും കാര്യങ്ങളൊക്കെ ആ സമയത്തുണ്ടാവും, ഇതെന്താണ് ചെയ്യുന്നതെന്ന്. പക്ഷേ സിനിമ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ഡിസ്കസ് ചെയ്യുന്ന ഗുജറാത്ത് കലാപത്തിനേക്കാളും കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത് ഗോദ്രയിലെ ട്രെയിൻ കത്തിച്ചതിനെ പറ്റിയാണ്. ആ ഡിസ്കഷനാണ് ഇപ്പോൾ കൂടുതൽ നടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് ആർക്കുണ്ടാകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ ബെനിഫിഷ്യറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BJP ആണെന്ന് വേണം പറയാനായിട്ട്. പിന്നെ രണ്ടാമത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, BJP നേതാക്കൾ എണ്ണയൊക്കെ ഇങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് പറയുമ്പോൾ അതിനെതിരെയും ആളുകൾ ക്വസ്റ്റ്യൻ ചെയ്യാണ്. അപ്പോൾ ഈ ബെനിഫിറ്റ് കിട്ടിയത് ഏറ്റവും കൂടുതൽ കിട്ടിയിരിക്കുന്നത് BJPക്കാണ്. പിന്നെ രണ്ടാമത് സുഡാപ്പിയേക്കാണ്. അവർക്ക് ആരെയെങ്കിലും അവരുടെ പാതയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ നേരിട്ട് ഈ സിനിമ പോയി കാണാൻ പറഞ്ഞാൽ മതി അല്ലേ. ആ സിനിമയിലുള്ള ഗുജറാത്ത് കലാപത്തിൽ കുറേ സീനുകൾ കണ്ടു കഴിഞ്ഞാൽ ഇത് അങ്ങനെ ആലോചിക്കുന്ന ആളുകളിലേക്ക് പെട്ടെന്ന് തന്നെ ഇത് കുത്തിവെക്കാൻ പറ്റും. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നടന്നിരുന്നതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ രണ്ടാമത്തെ ബെനിഫിഷ്യറീസ് അവരാണ്. ഇതിനേക്കാളൊക്കെ ഏറ്റവും വലിയ ബെനിഫിഷ്യറി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രൊഡ്യൂസറും ഡയറക്ടറും ഒക്കെ ആയിട്ടുള്ളവർ തന്നെയാണ്. കാരണം അവർ ഈ രണ്ട് ഗ്രൂപ്പിൽ നിന്നും, സുഡാപ്പി ഗ്രൂപ്പിൽ നിന്നും അതേപോലെ തന്നെ സംഘപരിവാർ ഗ്രൂപ്പിൽ നിന്നും ഉള്ളവരെ അട്രാക്റ്റ് ചെയ്ത് അവരുടെ അടുത്തുനിന്ന് ടിക്കറ്റ്, അതായത് സിനിമ കാണുകയും അതിൽ നിന്ന് അവർ ബെനിഫിറ്റും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ സിനിമ ഓൾറെഡി 200 crore ക്രോസ് ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പോൾ ഇതിനുള്ള കാരണം ഇത് തന്നെയാണ്. ഇതിനെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും സിനിമ കാണുന്നുണ്ടെന്നുള്ളതാണ്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മോഹൻലാൽ എന്ന് പറയുന്ന ആക്ടറെ ഇനി ആരൊക്കെ എന്തൊക്കെ തേജോവധം ചെയ്താലും അദ്ദേഹത്തിൻ്റെ ഒരു മൂവി വരുമ്പോൾ അത് കാണാതിരിക്കാൻ സാധാരണക്കാർക്ക് പറ്റില്ല എന്നുള്ളൊരു പ്രശ്നം ഇവിടെയുണ്ട്. പക്ഷേ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എല്ലാവർക്കും ഉള്ള ഒരു ഹേറ്റ് ഫീലിംഗ് പൃഥ്വിരാജിനോട് തോന്നിയിട്ടുണ്ട്. അത് പലരും പറഞ്ഞതായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിൻ്റെ സിനിമയെക്കുറിച്ച് നോർത്ത് ഇന്ത്യയിലുള്ള എൻ്റെ ഒരു സുഹൃത്തിനോട് ചോദിക്കുകയുണ്ടായി. അദ്ദേഹം ഹിന്ദിക്കാരനാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഈ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് ഇതിന് സിനിമയെ വളച്ചൊടിച്ചു എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ കൂട്ടുകാർ പലരും ഇതിനെ ആൾക്കാരെ ഇനിയും നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവർ അതിന് പറ്റുന്ന ചാനലുകൾ അന്വേഷിക്കുന്നു എന്ന് വരെ പറയുന്നുണ്ട്. അപ്പം ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ള ഒരു കാര്യം, ഇത് സംഘപരിവാറിനെ ഒരുപാട് ബൂസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ ബെനിഫിഷ്യറീസിൻ്റെ കാര്യം. അത് രാഷ്ട്രീയമായിട്ടുള്ള കാര്യം. ആസ് എ സിനിമ നമ്മളെന്താ പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സിനിമ ഡീസൻ്റ് ആയിട്ട് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. അതിലുള്ള സീനുകൾ നിങ്ങളൊരു സിനിമയായിട്ട് മാത്രം കാണുകയാണെങ്കിൽ ഡീസൻ്റായിട്ട് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു 80% 90% മൂവി വാസ് അമേസിങ്. അത്രയ്ക്ക് നന്നായിരുന്നു. ഒരു പക്ഷേ ഒരു മൂവി എൻഡ് ചെയ്യാനുള്ള ഒരു പ്രശ്നം സാധാരണഗതിയിൽ എല്ലായിടത്തും ഉണ്ടാകാറുണ്ട്. അതുപോലെ ഈ മൂവിയിലും ഉണ്ടായിട്ടുണ്ട് എന്ന് വേണം പറയാൻ. പക്ഷേ നമ്മളിവിടെ കാണേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹോളിവുഡ് ക്വാളിറ്റിയിൽ, അല്ലെങ്കിൽ നമ്മൾ കൊറിയൻ മൂവീസിൻ്റെ ക്വാളിറ്റിയിൽ, അല്ലെങ്കിൽ ചില ജപ്പാനീസ് മൂവിയുടെ ക്വാളിറ്റിയിൽ, നല്ല ചൈനീസ് മൂവിയുടെ ക്വാളിറ്റിയിൽ നമുക്ക് മൂവി എടുക്കാൻ പറ്റും എന്ന് ഇവിടെ തെളിയിച്ചിട്ടുണ്ട്. അത് അഭിമാനകരമായ ഒരു കാര്യമാണ്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും നിങ്ങൾ ഏത് പാർട്ടിയോട് ചായവുള്ളവരാണെങ്കിലും അല്ലെങ്കിൽ ഈ സിനിമ അറ്റ്ലീസ്റ്റ് OTTയിലെങ്കിലും കാണണം എന്ന് ഞാൻ പറയുകയാണ്. നിങ്ങൾ തിയേറ്ററിൽ കാണുകയാണെങ്കിൽ, അതും IMAXൽ കാണുകയാണെങ്കിൽ ഇതിൻ്റെ എഫക്റ്റ് വളരെ നന്നായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഞാൻ പറയാൻ ഇവിടെ ഉദ്ദേശിച്ചത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.